എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഐസുവിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ആദർശും നയനയും ജലജ എല്ലാരും കൂടെ. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നയനയ്ക്കാണ് ഓരോന്നോർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ ചേച്ചി ഇപ്പൊ എവിടെയായിരിക്കും, എന്തായിരിക്കും ഓർത്തുണ്ട് നയനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ജലജ പറയുന്നത്, ദൈവമേ, അബിക്ക് ഈ അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും നവ്യയുടെ അവസ്ഥ? അബിയുടെ തലയ്ക്ക് അടിയേറ്റിട്ട് ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും കിടക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാര് നവ്യനെ തെട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്തെന്ന് അറിയത്തില്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും ഉപദ്രവിച്ച് കാണുമോ, അതോ ഇനിയിപ്പോ വേറെന്തെങ്കിലും ചെയ്ത് കാണുമോ എന്ന് പറയണം. നയനയ്ക്കിത് സഹിക്കാൻ പറ്റില്ല. നയന എവിടെ നിന്ന് കരയുവാണ്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, എന്തിനാ സങ്കടപ്പെടുന്നേ? ഒന്നും സംഭവിക്കില്ലെന്നേ. പോലീസുകാരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെത്രയും പെട്ടെന്ന് നിന്റെ ചേച്ചിനെ കണ്ടുപിടിക്കുമെന്ന് പറയാ. ഇല്ല ആദർശേട്ടാ, എനിക്ക് എന്തോ വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. എന്റെ ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്മാര് കുറെ ഗുണ്ടകളുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ. പെട്ടെന്ന് ആദർശിന്റെ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ ജലജ ഇങ്ങനെയൊക്കെ പറയണേ? നയനെ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുമല്ലേ. ആ സമയത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? നവ്യ തിരിച്ചു വരും, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറയണം. പിന്നെ തിരിച്ചു വരുന്ന എങ്ങനെയേട്ടാ? ഈ സമയത്ത് അവൾ കുറെ ഗുണ്ടകളുടെ കയ്യിലാണെങ്കിൽ അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് വല്ല അറിവുണ്ടോ? സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ അവന്മാര് പിടിച്ചോണ്ട് പോയെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇപ്പൊ ഫോൺ വരേണ്ടതായിരുന്നു. പക്ഷെ കോളൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അവന്മാർക്ക് അതല്ല വേണ്ടേന്നല്ലേ? ആദർശ് ഒന്നിയൊന്നും മിണ്ടാതെ പൊക്കെ അവിടുന്ന്. മനുഷ്യ ഇവിടെ എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുമ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നേ എന്ന് പറഞ്ഞ് ജലജനെ വഴക്ക് പറയണം. പിന്നീട് ജലജ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും അബി ഇങ്ങനെ മയങ്ങി കിടക്കുന്ന പോലെ കിടക്കുമായിരുന്നു. ഇവിടെ നിന്ന് ജലജ എന്നിട്ട് വിളിച്ചു, അബി എടാ കണ്ണു തുറക്കടാന്ന് പറയണം. അങ്ങനെ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അബി പതുക്കെ കണ്ണു തുറന്നു. അമ്മ എന്താ ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട അമ്മയെന്ന് പറയണം. പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് നിന്റെ അഭിനയമൊന്നും വേണ്ട, അറിയാലോ. അമ്മ എന്തിനാ വന്ന കാര്യം പറ. അല്ല നവ്യയുടെ കാര്യം എങ്ങനെയായി? അവര് വല്ല വിളിക്കോ മറ്റോ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കണം. എന്റെ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അവളുടെ കാര്യത്തിനൊരു തീരുമാനമായി. ഇപ്പൊ അവിടുന്ന് വിളിച്ചോളൂ. ഇനി ഇപ്പൊ അവളെ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമ്മളെ കോള് ചെയ്യുന്നേ. അമ്മ അതിനുവേണ്ടി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറയണം. എടാ, എത്രയും പെട്ടെന്ന് അവളുടെ കാര്യം തീർക്കണം. അവളുടെ കാര്യം തീർത്തിട്ട് വേണം. അവളുടെ അനിയത്തി ഉണ്ടല്ലോ നയന, അവൾക്കൊട്ടൊരു പണി കൊടുക്കാനായിട്ട്. അവളുടെ അഹങ്കാരം ചില്ലറയൊന്നുമല്ല. ആനന്ദപുരി തറവാട് അവളുടെ ഉള്ളം കയ്യിലാണ് അവളുടെ വിചാരം. അവള് പുതിയ തറവാട്ടമ്മയാണല്ലോ. അതുകൊണ്ട് അവളുടെ പദവി നമുക്കിട്ട് കളയണ്ടേ. ഇനി നവ്യേനെ ഇല്ലാതാക്കിയിട്ട് വേണം ഇനിയിപ്പം അവൾക്കിട്ട് അടുത്ത പണി കൊടുക്കാൻ. ഇങ്ങനെയൊക്കെ ജലജ പറയണം. ഭാബി പറഞ്ഞു, അമ്മ അതേക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ആദ്യം നവ്യയുടെ കാര്യം അവളെ അങ്ങോട്ട് ഇല്ലാതാക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് അടിച്ചു പൊളിച്ചൊന്ന് ജീവിക്കാനായിട്ട്. ഒരു കോടീശ്വരി പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ട് ഇവളെന്റെ ജീവിതത്തിലേക്ക് എന്ന് വന്നോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. ആ കഷ്ടകാലം ഞാനായിട്ട് തന്നെ മാറ്റണ്ടേ. ഞാനായിട്ട് കൊണ്ടുവന്ന ബാധ്യതയില്ലെന്ന് ചോദിക്കണം. ആ സമയത്ത് ജലജ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു കാരണവശാലും പിടി വീഴില്ല, അറിയാലോ. പിടി വീണിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾ അനന്തപുരി തറവാടിന്റെ പുറത്തായിരിക്കും എന്ന് പറയണം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അമ്മ ധൈര്യമായിട്ട് പൊക്കണം പറയണം. അല്ല ബാക്കി എല്ലാരും എന്തെന്ന് ചോദിക്കുകയാണ്. എല്ലാരും പുറത്തിരിക്കുന്നുണ്ട്. ആ നയനയ്ക്കിടെ നല്ലൊരു കൊട്ടു കൊടുത്തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. അവളവിടെ ഇരുന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞ. ശരി അമ്മ എന്നാ പെട്ടെന്ന് പൊക്കോ. ഇനി അവർക്ക് സംശയമൊന്നും തോന്നണ്ടെന്ന് പറയണേ. സംശയമൊന്നും ഇല്ലടാ, നന്നായിട്ട് ഞാനും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ രണ്ടും മേല് ആർക്കും ഒരു സംശയമൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നയനെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ ആദർശ് സമാധാനിപ്പിക്കുക. നീ എന്തിനാ കരയണേ? നിന്റെ ചേച്ചി നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നീ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചിനെ കണ്ടെത്തുവോ? ഇല്ലല്ലോ. പോലീസുകാർ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരും. അവരൊന്ന് അന്വേഷിക്കട്ടെ. ഇനി അല്ലെങ്കിൽ നമുക്ക് രണ്ടു കൂടെ പോയെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയെന്ന് ഇപ്പൊ അന്വേഷിക്കാം എന്ന് പറയണം. എവിടെ പോയി അന്വേഷിക്കുന്ന ആദർശേട്ടാ? ഇതുവരെയായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. എനിക്കാണ് അമ്മേനെ വിളിക്കാനും കൂടെ പേടിയതുണ്ട്. ആദർശ് പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ അടുത്തേക്ക് വെട്ടു സതീശൻ അങ്ങോട്ട് ചെല്ലുവാണ്. വെട്ടു സതീശൻ നവ്യനെ ആഗ്യമോടെ നോക്കി, കൊള്ളാലോ എന്നെ ജിലേബി, ഇപ്പോഴും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു രാജകുമാരിയെപ്പോലെ തന്നെയുണ്ട്. നിന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ വരാനാ തോന്നുന്നെന്ന് പറയണം. നവ്യക്ക് ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. നവ്യ ഇങ്ങനെ കടുപ്പിച്ചു, നീ എന്തിനാ നോക്കണേ? അതെ, ഇന്ന് നമ്മുടെ കല്യാണം കഴിയും. പിന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് വൈകുന്നേരം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നേ. പിന്നെ നീ എന്റേതല്ലേ. ഈ ജന്മത്തില് എനിക്ക് ഇത്ര നല്ല സുന്ദരിയായിട്ടൊരു പെണ്ണിനെ വേറെ കിട്ടൂ? ഒരിക്കലും ഇല്ല. എത്രയോ കാലങ്ങളായിട്ട് എന്റെ ആഗ്രഹമായിരുന്നു നിന്നെപ്പോലെ ഒരു പെൺകുട്ടിനെ സ്വന്തമാക്കണം എന്നുള്ള. അന്ന് കല്യാണപ്പന്തല് വെച്ച് നിന്നെ കടത്തിക്കൊണ്ട് പോയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വിധി ഇല്ലാതായി പോയി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിന്റെ കഴുത്തിൽ താലി ചേർത്താനുള്ള താലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നത്തെ താലി ഓർമ്മയുണ്ടല്ലോ. ആ താലിയും പൂമാലയൊക്കെ ആയിട്ടാ വന്നേക്കുന്നത്. ഇവിടെ വന്ന് നിന്നെ ആരും രക്ഷിച്ചോണ്ട് പോകാനല്ല എന്റെ ജിലേബി, നീ എന്റെ സ്വന്തമാന്ന് പറയണം.
നവ്യ പറഞ്ഞു ഇതേ മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിട്ടോളം പറയണ. എങ്ങനെ അഴിച്ചു വിടാനായിട്ട്? അങ്ങനെ അങ്ങ് അഴിച്ചു വിടാൻ പറ്റുമോ? ഇതേ മര്യാദയ്ക്ക് ഇറങ്ങേണ്ട ജിലേബി, എന്റെ തനി സ്വരൂപം നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ ഞാൻ ഇടഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുക. നമുക്ക് വൈകുന്നേരം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടതല്ലേ? ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ ദേഹത്ത് കുളിര് കോരുന്ന് പറയാണ്. നവ്യക്ക് ദേഷ്യം. നവ്യ പറഞ്ഞു എനിക്ക് അത്ര വലിയ കുളിര് കോരുന്നൊന്നുമില്ല. എനിക്ക് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദേഹത്ത് മുള കരച്ച് പെരട്ടിയ ഒരു അവസ്ഥയെ വരുന്നത്. നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. ഓ ഭാര്യ, പിന്നെ മറ്റൊരാളുടെ. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല മോളെ. എനിക്ക് നിന്നെ മാത്രം മതി. മറ്റൊരാളുടെ ഭാര്യയാണ് ശരി, ആരുടെ ഭാര്യയാണ് ശരി, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ജിലേബി. അതല്ല നിന്റെ പുറകെ ഞാൻ ഇങ്ങനെ കാത്തു കെട്ടി നടക്കണമെന്ന് ചോദിക്കണം. നബി പറഞ്ഞു പോലീസ് അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, നിന്നെ വെറുതെ വെച്ചേക്കില്ല. അതിനു മുമ്പ് നിനക്ക് എന്നെ അഴിച്ചുവിടാൻ പറ്റിയെന്നെ അഴിച്ചുവിട്, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ന് പറയും. അങ്ങനെ എനിക്ക് രക്ഷപ്പെടണ്ട മോളെ, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നിന്നെയും കൂടെ പോളെന്ന് പറയണേ. ഇതൊക്കെ കേട്ടോണ്ട് അവിടെ മാറി കനക നിപ്പുണ്ടായിരുന്നു. കനകയ്ക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കനക എന്ത് ചെയ്യണം, എന്റെ ഒരു വീഡിയോസ് ഒക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോസ് ഇനിയിപ്പൊ തനിക്ക് രക്ഷിക്കാൻ പറ്റില്ലെന്ന് കനയ്ക്ക് മനസ്സിലായി. ഇത്തരം ഗുണ്ടാളുടെ പിടിയിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷിക്കാൻ പറ്റില്ല. ഒരു വീഡിയോ പിടിച്ചിട്ട് നേരെ നയനയുടെ ഫോണിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. ഈ സമയത്ത് നയനെ ആദർശം കൂടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് നയനയുടെ ഫോണിലേക്ക് ആ വീഡിയോ വരുന്നത്. നോക്കിയിട്ട് അമ്മ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടോ എന്ന് പറയാണ്. നോക്കിക്കഴിഞ്ഞപ്പോ ആ വീഡിയോസാ അവിടെ നവ്യനെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന വീഡിയോസ്. ആദർശമായിട്ട് ഇത് കണ്ടു എന്ന് പറയാണ്. അപ്പൊ ആദർശം എത്രയും പെട്ടെന്ന് നമുക്ക് കൂടെ പോകാം. ഈ സമയത്ത് ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അച്ഛനോട് എന്ത് പറയും? അച്ഛനോട് തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവെന്ന് പറയണം. അങ്ങനെ ചെന്ന് ആദർശിന്റെ അച്ഛനോട് അതെ ഇപ്പം SI വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എന്തൊക്കെയോ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയാണ്. ഞാനും കൂടെ വരട്ടെ മോനെന്ന് ചോദിക്കും. വേണ്ട വേണ്ട, അച്ഛൻ എവിടെ ഇരുന്നു, അബിക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയമ്മ തന്നെയല്ലേ ഉള്ളൂ, അച്ഛനോട് ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശന്റെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെയായിട്ട് നവ്യനെ കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ പോലീസ് സ്റ്റേഷൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്ത് ഡീറ്റെയിൽസ് ഒക്കെയാ കിട്ടിയെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ കൊണ്ട് പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ, ഇനിയിപ്പോ എവിടെ ചെന്ന് കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല എന്ന് പറയണം. നീ ധൈര്യമായിട്ടിരിക്കും ജലജ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കണം. ടെൻഷൻ ആയതുകൊണ്ടല്ല, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ അഭി സഹിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പൊ തന്നെ അവന്റെ മാനസികാവസ്ഥ തകരാറിലായ പോലെ അവന് പെരുമാറുകയും അതോടൊപ്പം ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പൊ അവൻ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മനോനില പോലും തെറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. എത്രയും പെട്ടെന്ന് നവ്യനെ കണ്ടെത്തണം ജയേട്ടാ, ഇല്ലെങ്കിൽ ആകെപ്പെടാ പ്രശ്നമാവെന്ന് പറയാം. പെട്ടെന്ന് ജയൻ പറഞ്ഞു നീ എന്തിനാ ജലജ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഒന്നും സംഭവിക്കില്ലെന്നേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് നവ്യനെ കണ്ടെത്തണമെന്ന്. എനിക്ക് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചാ ചിന്ത. ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ജലജ പറഞ്ഞേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. ജലജയുടെ ഉള്ളിലാണെങ്കിൽ എങ്ങനെയാ കുഞ്ഞൊന്ന് പോയാൽ മതി അന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇല്ലാത്ത കുഞ്ഞ് ഒരിക്കലും പോകത്തില്ലോ. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയന്റെ അടുത്തേക്ക് ഡോക്ടർ വരുവാണ്. അപ്പൊ ഡോക്ടറെ കണ്ടോടെ ജലജ ഓടിച്ചെന്ന് ചോദിച്ചു എങ്ങനെയാണ് ഡോക്ടറെ, അബിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഡോക്ടറെ ഇനി പേടിക്കാനുള്ളൊന്നുമില്ല, അപകടം നില തരണം ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ ജയൻ ചെന്ന് ചോദിച്ചു ഞങ്ങളിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് മാറ്റണോ, അങ്ങനെ വല്ല പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണേ. അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയണേ. എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? അല്ല ഇവിടെ കിടത്തിയിട്ട് ഇനിയിപ്പോ പ്രയോജനമൊന്നും ഇല്ല, വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ അന്തരീക്ഷമായിട്ടൊന്ന് ഇണങ്ങുവാണെങ്കിൽ ഒരു പക്ഷെ ഇതിനേക്കാളും സ്പീഡ് റിക്കവർ ആവും എന്ന് പറയാണ്. ഇവിടെ കിടന്ന് ഈ ഹോസ്പിറ്റൽ അന്തരീക്ഷമൊക്കെ ആയിരിക്കുമ്പോൾ പേഷ്യന്റും ആകെപ്പാടെ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ആ ഭാര്യനെ കുറിച്ചുള്ള ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക. വീട്ടിൽ ചെന്നുമ്പോ എല്ലാവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും മാറുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോ. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്നാലും മതി എന്ന് പറയണം. ശരി ഡോക്ടറെ എന്ന് പറയണം. പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞത് അത് ഡോക്ടറെ ഇഞ്ചക്ഷൻ എടുക്കാൻ ആ പേഷ്യന്റ് സമ്മതിക്കുന്നില്ല എന്ന് പറയണേ. സമ്മതിക്കുന്നില്ലേ? പെട്ടെന്ന് ഡോക്ടർ അകത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ അബി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, എനിക്കാരും ഇഞ്ചക്ഷൻ ഒന്നും എടുക്കണ്ട, എനിക്ക് എന്നെ നവ്യനെ കണ്ടാൽ മതി, എനിക്ക് എന്നെ നവ്യനെ അടുത്ത് പോകണം, എന്നെ നവ്യനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഓരോ പിച്ചും പൈ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ജയൻ അങ്ങോട്ട് ഓടി വന്നിട്ട് വിളിച്ചു അബി എന്ത് പറ്റിയടാ മോനെ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? അവര് ഇഞ്ചക്ഷൻ എടുക്കട്ടെ, എന്നാലേ നിന്റെ രോഗം ഭേദമാകുള്ളൂ എന്ന് പറയാം. എന്റെ രോഗം ഭേദമാണ്ട, എനിക്ക് എന്റെ നവ്യനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയണേ. ജലജ പറഞ്ഞു എന്താ അബി നീ ഇങ്ങനെ പറയണേ, നമുക്ക് കാണാം, അവൾക്കൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നെ ജലജ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഇനി ഇച്ചിരി സമയത്തേനും മയക്കുള്ളൂ എന്ന് പറയാണ്. ബാക്കി എല്ലാവരും കൂടെ പുറത്തേക്ക് വെക്കൂ, അത് ഡിസ്ചാർജ് ബില്ലൊക്കെ ഇപ്പൊ തന്നെ ആക്കി വെച്ചേക്കാന്ന് പറയണം. അപ്പം
ജയൻ എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങി പോകണം. ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയി. ജലജ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ജലജ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നേ? ഇത് ഭയങ്കര കൊളാട്ടോ. ഇതെങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ട് അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നത്. നിന്റെ ഓവർ ആക്ടിങ് എപ്പോഴും നിന്നെ കൊണ്ട് ഏതെങ്കിലും കുഴി കൊണ്ട് ചാടിക്കെന്ന് പറയണം. എന്റെ അമ്മേ, ഇങ്ങനെയൊക്കെ ഓവർ ആക്ടിങ് ചെയ്തില്ല എങ്ങനെയാ മുന്നോട്ട് പോകുന്നേ? കുറച്ച് കഴിയുമ്പത്തേനും നവ്യനെ ഇല്ലാതാക്കി എന്നുള്ള അവന്മാരുടെ കോള് വരും. അങ്ങനെ കോള് വന്നുമ്പോൾ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ അഭിനയിക്കണ്ടേ? ഇപ്പോഴേ ഞാൻ അഭിനയിച്ചില്ലെങ്കിലേ അവർക്ക് എന്നെ സംശയിക്കും, ഞാനൊന്നും അനങ്ങാതിരിക്കുവാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് ഓവർ ആക്ടിങ് ചെയ്യുന്നതെന്ന് പറയണം. ശരി ശരി, എന്തേലും ആയിക്കോട്ടെ, പക്ഷെ ഒരു കാരണവശാലും പിടിക്കപ്പെടല്ലേ, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ പറയാം. അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. ആര് പിടിക്കാനായിട്ട്? ആരും നമ്മളെ പിടിക്കൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ആകെപ്പാട് ടെൻഷൻ അടിച്ച് ആദർശം നയനയും കൂടെ പോവാണ്. പിന്നീട് നയൻ എന്ത് ചെയ്യണം, വീണ്ടും ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്. എവിടെ ലൊക്കേഷൻ അറിയത്തില്ല, ലൊക്കേഷനൊക്കെ ഇട്ട് തരാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ലൊക്കേഷനൊക്കെ കനക പറഞ്ഞു കൊടുക്കുവാണ്. പറഞ്ഞു കൊടുത്തിട്ട് കനക നോക്കിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച താലിയുമായിട്ട് നേരെ നവ്യയുടെ അടുത്തേക്ക് എത്തുകയാണ് വിട്ടു സതീശൻ. എന്റെ ഡാർലിംഗ്, ഇന്ന് നമുക്കവിടെ കല്യാണം കഴിച്ചാൽ കേട്ടോ, ഇതാണ് ആ ശുഭമുഹൂർത്തം എന്ന് പറയാണ്. ഇനി ഇപ്പൊ വെച്ച് താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണം. എന്റെ ഭഗവാനെ, എങ്ങനെയൊന്നും രക്ഷിക്കും? എന്തേലും കാണിച്ചു രക്ഷിച്ചാൽ മതിയാവുള്ളൂ. പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു തെറ്റാലി കിടക്കുന്നുണ്ട്. തെറ്റാലിക്ക് തെറ്റാലി കിട്ടിയതാട്ടെ. ഒരു അവിടെ കിടന്നൊരു കല്ലങ്ങെടുത്ത് വെച്ചിട്ട് അങ്ങ് തെറ്റാലി അങ്ങോട്ട് എയ്യുവാണ്. ഈ സമയത്ത് പതുക്കെ നമ്മുടെ വെട്ടു സതീശ് എന്ത് ചെയ്യുവാണ്, നവ്യയെ ഒന്ന് ഉമ്മ വെക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വെട്ടു സതീശിന്റെ ദേഹത്തേക്ക് വന്ന കല്ല് വീണ്. വെട്ടു സതീശ് ഒരു നിമിഷം ഞെട്ടി അങ്ങ് പുറകോട്ട് മാറി. ഇതെന്താ സംഭവിച്ചേ? ആരായിരിക്കട്ടെ എറിഞ്ഞിടാന്ന് ചോദിക്കണം. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ബോസ് എന്ന് പറയാം. എന്നാ ഇവിടെ നോക്ക്, ഇവിടെ ആരോ ഉണ്ടെന്ന് പറയണം. വാടാ നോക്കാന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. അവർ നോക്കിക്കഴിഞ്ഞപ്പോ ആരെയും കാണുന്നില്ല. എവിടെയെങ്കിലും ആരെയും കാണുന്നില്ല. ഇനി വല്ല ചാത്തസേവ എന്തേലും ഉണ്ടോ? വല്ല പ്രേതപിശാചുകളൊക്കെ ഉള്ള വീടാണോ അത്? പറയാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അതൊന്നും ഒരു വിഷയമല്ല. ഇനിയിപ്പോ പ്രേതപിശാചുകൾ ഉണ്ടായാൽ പോലും അവറ്റകളെ നമുക്ക് നേരിടാന്ന് പറയണം. നീ എന്തൊക്കെയാടെ പറയണെന്ന് നിൽക്കും. നീ കൂളായിട്ട് ഇങ്ങോട്ട് വാ, നമ്മുടെ ബോസ് ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി എന്ന് പറയണം. അങ്ങനെ അവരെല്ലാം കൂടെ അകത്തേക്ക് കൊണ്ടുപോകണം. അതെ, അവിടെയെങ്കിലും ഞങ്ങൾ ഒന്നും കണ്ടില്ല ബോസ്, ആരുമില്ല എന്ന് പറയണം. അതെ, ആരുമില്ലാന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കരുത് കേട്ടോ, എപ്പോഴും ഒരു കണ്ണ് വേണം. ആരെപ്പോഴാ കടന്നു വരുന്നത് പറയാൻ പറ്റില്ല എന്ന് പറയണം. പെട്ടെന്ന് ഒരുത്തം പറഞ്ഞത്, ഇനിയിപ്പം ബോസ് നോക്കിയിരിക്കണ്ട, എത്രയും പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് അങ്ങ് താലി ചാർത്തെന്ന് പറയാണ്. ശരി ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യണം, വെട്ടു സതീശൻ താലി ചാർത്താണ് തുടങ്ങുവാണ്. അപ്പൊ കനക ഓർത്തു, ഇനി ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കനക എന്ത് ചെയ്യണം, അവിടെ കിടന്നൊരു കമ്പളത്തിൽ ഒറ്റ ഏറ് കൊടുക്കണം അവന്റെ കയ്യിൽ ഇഷ്യൂ ആക്കിയിട്ട്. താലിയുമായിട്ട് ചെന്നാണ് വെട്ടു സതീശൻ. അപ്പൊ അവിടെ കൈക്കിട്ട് വന്നൊരു കമ്പ് കൊള്ളുന്നേ. എടാ ഇവിടെ ആരോ ഉണ്ടടാ, പിടിക്കടാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞത് ഉടനെ അവന്മാർ ചുറ്റും പരതുവാണ്. ഈ സമയത്ത് കനക എന്ത് ചെയ്യണം, കനക അങ്ങോട്ട് മാറിപ്പോയി മറിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ മറിഞ്ഞു നിന്നിട്ട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കനകനെ അവന്മാര് കൈയോടെ പിടികൂടുവാണ്. കനകനെ പിടികൂടി കഴിഞ്ഞപ്പോഴത്തേനുമാണ് നവ്യയെ കാഴ്ച കാണുന്നത് തന്നെ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നവ്യക്ക് അപ്പോഴും മനസ്സിലാവുന്നത്. കനകനെ പിടിച്ചുകൊണ്ട് ആ ഗുണ്ടകളുടെ അടുത്തേക്ക് കനകനെ പിടിച്ചുകൊണ്ട് വെട്ടു സതീശിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ആ ഗുണ്ടകള്. ഓഹോ, ഇവരാണോ? ഇവരുടെ അമ്മയാന്ന് പറയാണ്, ഗുണ്ടകളോട് പറയാണ് കാര്യങ്ങളൊക്കെ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ജലജ പറഞ്ഞു, എടാ നീ എന്റെ മോളെ ഇവിടെ കൊണ്ട് താലി ഇടാൻ ശ്രമിച്ചില്ല, നിന്നെ ഞാൻ വെറുതെ വിടും നീ കരുതിയോ? ഒരിക്കലും എന്റെ മോളുടെ ദേഹത്തൊന്ന് കൈ വെക്കാൻ പോലും നിനക്ക് പറ്റില്ലടാന്ന് പറയാം. അത് കൊള്ളാലോ. അല്ല, നിങ്ങൾ അതിനെ ഇങ്ങോട്ട് വന്നേ നിൽക്കണം, ഞാൻ വന്നതോ? നീ എന്നോട് ഒന്ന് മാലയുടെ കാര്യമൊക്കെ ചോദിച്ച് ഓർക്കുന്നുണ്ടോ? അവിടെ ചന്തയെ വെച്ച് അത് ഞാനായിരുന്നടാ. എന്റെ മോളാന്നുള്ള സത്യം പിന്നീട് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ നിന്നെ അവിടെ വെച്ച് ഞാൻ ശരിയാക്കിയെന്ന് പറയാം. എന്റെ മോളുടെ കഴുത്തിൽ താലി ആർത്താൻ പോയിട്ട് അവളുടെ കൈവിരലൊന്ന് പിടിക്കാൻ പോലും നിനക്ക് പറ്റില്ലടാന്ന് പറയണ. പെട്ടെന്ന് പെട്ടെന്ന് അത്രയ്ക്കാണോ? അപ്പൊ കണ്ടു, അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി ആർത്താം എന്നും പറഞ്ഞ് താലിയായിട്ടും കൂടി ചെല്ലുവാണ്. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത കനങ്ങ് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളത് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.